Hello students, welcome to Malayalam class Standard 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശക്തനും ബുദ്ധിമാനും എന്ന കഥയല്ലേ പഠിച്ചത്. ഈ കഥ എല്ലാവരും വായിച്ചു നോക്കിയോ? ഇഷ്ടപ്പെട്ട ഒരു കഥ. ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചില്ല. ഇന്ന് നമ്മൾ ശക്തനും ബുദ്ധിമാനും എന്ന പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും പുസ്തകം എടുത്തേ, പേജ് നമ്പർ 47 എടുക്കുക. പഠന പ്രവർത്തനങ്ങൾ. അപ്പം ആദ്യത്തെ എന്താണെന്ന് നോക്കിയേ, അർത്ഥം എഴുതുക. അർത്ഥം എഴുതുക. പാഠം. പാഠം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഠം എന്ന് പറഞ്ഞാൽ വയൽ. വയൽ എന്ന് പറയുന്ന വേറൊരു വാക്കാണ് പാഠം. ഇര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇര. ഇര എന്ന് പറഞ്ഞാൽ ഭക്ഷണ വസ്തുവാണ്, അല്ലേ? ഇര ഭക്ഷണ വസ്തു. ഇളഭ്യനാവുക എന്ന് പറഞ്ഞാൽ ഇളഭ്യനാവുക എന്ന് പറഞ്ഞാൽ നാണം കെട്ടവനാവുക, അല്ലേ? അടുത്ത ഉരസുക. ഉരസുക എന്ന് പറഞ്ഞാൽ തേക്കുക. തേക്കുക എന്ന് പറഞ്ഞാൽ മിനുസപ്പെടുത്തുക, അല്ലേ? ഓക്കെ. അപ്പൊ പാഠം, വയൽ, ഇര ഭക്ഷണ വസ്തു, ഇളഭ്യനാവുക, നാണം കെട്ടവനാവുക, ഉരസുക, തേക്കുക. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയാൽ പിരിച്ചെഴുതുക. എവിടെ എങ്കിലും എന്നീ പദങ്ങൾ ചേർത്ത് എവിടെയെങ്കിലും എന്നാക്കിയിരിക്കുന്നു. ഇതുപോലുള്ള പദങ്ങൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി പിരിച്ചെഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ മാതൃക കൊടുത്തിട്ടുണ്ട്. കണ്ട് എത്തുക. ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? കണ്ടെത്തുക. അപ്പൊ നമ്മൾ അതുപോലെ വേറെ കണ്ടുപിടിക്കുക, അല്ലേ? നോക്കി, എവിടെ എങ്കിലും എന്നുള്ളത് എവിടെയെങ്കിലും. അപ്പൊ കണ്ട് എത്തുക, കണ്ടെത്തുക. അടുത്ത നമ്മുടെ പുസ്തകത്തിലുള്ളത് വിശാലമായ. ചേർത്ത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വിശാലമായ. കൊത്തി എടുത്തു. അപ്പൊ അതെങ്ങനെയാ ചേർത്ത് പറയുമ്പം? കൊത്തി എടുത്തു. അപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ നമ്മുടെ ടെസ്റ്റിലുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കണ്ടെത്താമോ? താമസിക്കുക എന്ന അർത്ഥം വരുന്ന വാക്കുകൾ പാഠഭാഗത്തുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? താമസിക്കുക, വസിക്കുക എന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പാർക്കുക നമ്മുടെ ടെസ്റ്റിലുള്ള വാക്കുകളാണ്. അപ്പൊ താമസിക്കുക എന്നുള്ളതിന്റെ വേറെ വാക്കുകൾ ഏതൊക്കെയാണ്? വസിക്കുക, പാർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ശേഖരിക്കാം. അപ്പം കൃഷിയുമായുള്ള ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ. വരമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതല്ലേ? അതുപോലെ തന്നെ വയലുണ്ടെങ്കിലല്ലേ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാള വേണ്ടേ? കലപ്പ, ഉഴുതുക, അല്ലേ? പിന്നെ വിത്ത് വേണം, വളം വേണം. ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഇനിയുണ്ട്, കണ്ടുപിടിക്കണം. വരമ്പ്, വയൽ, കാള, കലപ്പ, ഉഴുതുക, വിത്ത്, വളം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ്? ഒന്നിൽ കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക. കതിർ എന്നതിന് ഒന്നിൽ കൂടുതൽ അർത്ഥമുണ്ട്, അല്ലേ? ഒരേ അർത്ഥമല്ല, പല അർത്ഥങ്ങൾ വരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പം കതിർ എന്ന് പറഞ്ഞാൽ രശ്മി എന്ന അർത്ഥമുണ്ട്, അല്ലേ? പിന്നെ നെൽക്കതിർ നമ്മൾ പറയാറില്ലേ? അപ്പം കതിരിന് രശ്മി എന്നും നെൽക്കതിർ എന്നും പറയാറുണ്ട്. ഓക്കെ. അപ്പം ഒന്നിൽ കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം എന്നല്ല, പലതരത്തിൽ അർത്ഥം വരണം. അപ്പൊ കതിർ എന്നാൽ രശ്മി എന്നും നെൽക്കതിർ എന്നും പറയുന്നു. നാനാർത്ഥം എന്ന് നമ്മൾ പറയും. ഓക്കെ. അത് വരം. വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്ന അർത്ഥമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനുഗ്രഹം എന്നും വരത്തിന് അർത്ഥമുണ്ട്. അപ്പൊ വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അനുഗ്രഹം. അപ്പൊ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാനാർത്ഥം കണ്ടെത്തുക എന്നാണ്. അപ്പൊ ഇവിടെ കതിർ എന്ന് പറഞ്ഞാൽ രശ്മി, നെൽക്കതിർ. വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അനുഗ്രഹം.
ഓക്കെ, അടുത്ത എന്താണ്? ഭാവനയിൽ കണ്ടെത്തുക. അപ്പൊ പരുന്തിന്റെ കൊക്കിന് മൂർച്ച കൂട്ടാൻ ഞണ്ട് പറഞ്ഞത് എന്തുകൊണ്ടാവാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പരുന്തിന്റെ കൊക്കിന് മൂർച്ച കൂട്ടാൻ ഞണ്ട് പറഞ്ഞത് എന്തുകൊണ്ടാവാം? നമ്മൾ ഭാവനയിൽ അതിന്റെ ആൻസർ കണ്ടെത്തണം. നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്തുകൊണ്ടായിരിക്കും അല്ലേ? അപ്പം ചിലപ്പം നമ്മുടെ എന്താണ് ഞണ്ട് വിചാരിക്കും അല്ലേ, കിണറ്റിൽ ചാടി നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കാണും. അതല്ലായെങ്കിൽ വേറെ എന്തായിരിക്കും? നിങ്ങളുടെ ഭാവനയിൽ എന്താ ഉരുത്തിരിഞ്ഞ് വന്നത്? എന്തായിരിക്കും? എന്തായിരിക്കും? അല്ല, 2 പ്രാവശ്യം പരുന്ത് ഇങ്ങനെ പറയുന്നില്ലേ, പരുന്തിനോട് പറയുന്നില്ലേ ഞണ്ട്, എൻ്റെ അമ്മ എന്നെ രക്ഷിക്കാൻ വരും, അതുപോലെ കാരണവന്മാർ രക്ഷിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോഴെല്ലാം നമ്മുടെ പരുന്ത് അതെല്ലാം വിശ്വസിച്ചു. അപ്പം പരുന്തൊരു മണ്ടനാണെന്ന് നമ്മുടെ ഞണ്ട് വിചാരിച്ച് കാണും അല്ലേ? അങ്ങനെ നിങ്ങളുടെ ഭാവനയിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ഞണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചത് എപ്പോഴെല്ലാമാണ്? ഞണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചത് എപ്പോഴെല്ലാമാണ്? ആദ്യഘട്ടം ചിന്തിച്ചത് എപ്പോഴാണ്? പരുന്ത് മരക്കൊമ്പിലിരുന്നപ്പോഴാണ് ഞണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചത്. ആദ്യഘട്ടം ചിന്തിച്ചത് മരക്കൊമ്പിലിരുന്നുകൊണ്ടാണ്. പിന്നെ അന്നേരം നമ്മുടെ മണ്ടനായ പരുന്ത് അത് വിശ്വസിച്ചു അല്ലേ? പിന്നെ നമ്മൾ എന്നാ ചെയ്തു? രണ്ടാം വട്ടം ചിന്തിച്ചത് ഓടയുടെ അരികിൽ ഇരുന്നപ്പോഴാണ്. അപ്പോൾ ഓടയുടെ അരികിൽ പോയി ഞണ്ടിനെ കഴിക്കാമെന്ന് നമ്മുടെ പരുന്ത് വിചാരിച്ചു. ഓടയുടെ അടുത്ത് ചെന്നപ്പം നമ്മുടെ ഞണ്ട് എന്താ പറഞ്ഞത്? ഞണ്ടിന്റെ അമ്മ ശപിക്കുമെന്ന് പറഞ്ഞു. ഞണ്ടിന്റെ അമ്മ താഴെ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ശപിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ചിന്ത എവിടെ വെച്ചാണ്? കിണറ്റിന്റെ കല്ലിൽ വെച്ചാണ്. അപ്പൊ കിണറ്റിന്റെ കല്ലിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ചുണ്ടിന് മൂർച്ച കൂട്ടി വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഞണ്ട് കിണറ്റിൽ ചാടി രക്ഷപ്പെട്ടു. അപ്പം ഞണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചത് ഈ 3 പ്രാവശ്യമാണ്. ഓക്കെ, അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഭാവനയിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അമ്മയോട് പറയാം. മണിയൻ ഞണ്ട് അമ്മയുടെ അടുത്ത് വന്നു, പരുന്തിനെ പറ്റിച്ച കഥ പറഞ്ഞു. എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, അപ്പൊ അമ്മയോട് പറയുന്നത് നമ്മൾ സംഭാഷണ രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പൊ സംഭാഷണ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? അമ്മ ആദ്യം പറയുന്നതായിട്ട്, കുട്ടാ മണിയ നീ എവിടെ പോയി? അപ്പം ആ പാറപ്പുറത്ത് പോയി ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അമ്മ പറയുന്നതായിട്ട് നമ്മൾ എഴുതുക. അതിനുശേഷം മണിയൻ പറയുന്ന കാര്യം, അമ്മയെ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ പോയിരിക്കുകയായിരുന്നു അല്ലേ? അപ്പൊ മണിയൻ പറയാണ്, അമ്മ ഞാൻ ആ പാറപ്പുറത്ത് പോയി ഇരിക്കുകയായിരുന്നു. പിന്നെ അമ്മ പറയാണ്, അപ്പോൾ പരുന്തക്കാരൻ വന്നോ? പിന്നെ മണിയൻ പറയുകയാണ്, വന്നമ്മേ, ഒരു വലിയ പരുന്ത്, അതെന്നെ കൊത്തി പറന്നു. അപ്പൊ അമ്മ പറയണം, അയ്യോ മോനെ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഇങ്ങനെ സംഭാഷണം നീട്ടി എഴുതുക. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ തന്നെ എഴുതുക, സ്വന്തമായിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, സൂചനകളിൽ നിന്നും കഥ വികസിപ്പിക്കുക, തലക്കെട്ട് നൽകുക. അവിടെ കുറച്ച് സൂചന കൊടുത്തിട്ടുണ്ട്. കാക്കയ്ക്ക് ദാഹം, ഒരു പാത്രം വെള്ളം, കഴുത്ത് ഇടുങ്ങിയ പാത്രം, ബുദ്ധിയുള്ള കാക്ക, കല്ല്, വെള്ളം കുടിച്ചു. അപ്പോൾ ക്ലൂ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അതൊരു കഥയാക്കി നിങ്ങൾ എഴുതണം. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾ ടെസ്റ്റിലോട്ട് എഴുതുക. ഓക്കെ.